നിങ്ങൾ ഇതെന്നാത്തിനുള്ള പുറപ്പാണ്? അപ്പച്ചൻ ആരെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ രാവിലെ തന്നെ ഇങ്ങനെ? അറിയില്ല നിനക്ക്? അതോ അവന്റെ കൂടെ കൂടി അപ്പച്ചനെ കുരങ്ങളിപ്പിക്കാണോ? പോയിരുന്നു ഞാനവിടെ. കാര്യം നിന്റെ പേരിൽ എഴുതുന്നാണെങ്കിലും ഞാൻ ജന്മിച്ചുണ്ടാക്കിയ മണ്ണ. 1 2 അല്ല, 500 ഏക്കർ ഒന്നാന്തരം ചായത്തോടും ആ തെണ്ടി വിറ്റ് തൊലച്ചത്. ആരെ കഴിവാറ്റാണ് അവനത് ചെയ്തത്? അല്ല, നിനക്കെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. വിൽക്കുന്ന കാര്യമൊന്നും ഇച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്നാ കോപ്പാണെന്ന് വിചാരിച്ചാണ് നീ ആ പ്രമാണത്തിൽ കൃപാണിച്ചു കൊടുത്തത്? അവൻ പറയല, അവനൊന്നും പറയല. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് അവനോട് വഴക്കിനൊന്നും നിൽക്കണ്ട. ഏതായാലും ഇവക്ക് നിങ്ങളായിട്ട് കൊടുത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവളെ അവന് കൊടുത്തതല്ലേ? അവകാശത്തിന്റെ പേരും പറഞ്ഞ് അവൻ ഇവളെ വിൽക്കുവോടി? ഇതിനി എങ്ങോട്ടാ? ഇത് എന്നതാ ഒരു മൈൻഡില്ലാതെ? എന്നാ പറ്റി? രാവിലെ തന്നെ 2 എണ്ണം കൃപാണിച്ച മട്ടുണ്ടല്ലോ. ആ ദേ, ഇഷ്ടപ്പെട്ട കളർ തന്നെ അങ്ങ് വാങ്ങിച്ചു. ആ വകയിൽ ഒരു 60,000 രൂപ എക്സ്ട്രാ. ടോട്ടൽ ഒരു 30-35 ലാക്സ് അങ്ങ് പൊടിഞ്ഞു. അച്ചൻകണ്ടൻ തൊമ്മിച്ചന്റെ മരുമോൻ വിലയിലും വലിപ്പത്തിലും കുറഞ്ഞ കാർ ഉപയോഗിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അപ്പച്ചന്റെ വലിപ്പം കുറയ്ക്കണ്ടെന്ന് കരുതുന്നത്. മരുമോനെ, നീ അപ്പച്ചനെ വലിപ്പം കൂട്ടാൻ വേണ്ടി അത്ര കണ്ട് കയറി വലുതായേക്കല്ലേ? 10-55 കൊല്ലം മുമ്പ് ഞാൻ ഈ മല കയറുമ്പോ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഉണ്ടാക്കിയത് തന്നെയാ. മതി. ഇപ്പൊ എന്നാത്തിന്റെ പേരിലായി പുരാണം പറിച്ചില്ലെന്ന് എനിക്കറിയാം. ഞാനതങ്ങ് വിറ്റു. പെമ്പർനോത്തിന്റെ പേരുള്ള സ്വത്ത് വിൽക്കാൻ കെട്ടിയവനല്ലാതെ പിന്നെ ആർക്കാ അവകാശം? പിന്നെ കെട്ടിയവന് തന്നെയാ. പക്ഷേ എന്റെ പേരിലുള്ള സ്കൂളിലേക്ക് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ച് നിയമനം നടത്താൻ ആരാ നിനക്ക് അവകാശം തന്നെ? ആശുപത്രി പുതിയ ഭരണസമിതി ഉണ്ടാക്കിയതും ചെമ്മീൻ ഫാക്ടറിയിലെ പുതിയ എക്സ്പോർട്ടിംഗ് കരാർ ഉണ്ടാക്കിയത് ആരോട് ചോദിച്ചിട്ടാ? ശത്രുവായി നിന്റെ അപ്പൻ കപ്പിയാർ കുര്യത്തോട് ചോദിച്ചിട്ടോ? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. എടാ മരുമോനെ, ഒരുപാട് അങ്ങ് കയറി തൊമ്മിച്ചനെ പരിസക്കല്ലേ? പിന്നെ എന്നാ വേണം? അമ്മായിയപ്പനെ പോലെ നാട് മുഴുവൻ നടന്ന് ഞാൻ അപരാധിക്കണോ? എന്നെ കഴുതണ മോനെ. തൊമ്മിച്ചൻ അപരാധിച്ച കഥയും പറഞ്ഞ് നീ കളി തുടങ്ങിയിട്ട് കാലം കുറയായി. ആമ്പിള്ളയില്ലാത്ത തറവാടാണെന്ന് കരുതി എനിക്കിട്ടങ്ങ് കൃപാണിക്കാനാണ് ഉദ്ദേശമെങ്കില് ആണായിട്ട് ഒരുത്തരും ഉണ്ട്. അച്ചൻകണ്ടൻ തൊമ്മിച്ചൻ. അതൊരു 3-3.5 തര. തൊണ്ട കഴിച്ചാലേ അതങ്ങ് തുപ്പിക്കളയും തൊമ്മിച്ചൻ, മനസ്സിലായോ? ഇനി നീ മുറ്റത്ത് കാലുകുത്തണമെങ്കിൽ അത് അച്ചൻകണ്ടൻ തൊമ്മിച്ചൻ ചത്തിട്ട് മതി. வணக்கம் பாய். வணக்கம் பாய். வணக்கம். I am here. ഒരു ഇൻബോൺ ടാലന്റിനെ ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞവൻ അയാളെ തേടി വീണ്ടും വരും. സോ ഐ ആം ഹിയർ. ഉക്കാറുങ്ക ബായ്. சொல்லு, முதல்ல மேட்டர் சொல்லு. குட். இதுதான் மேட்டர். டேக் இட். പ്രജകളും പരിവാരങ്ങളുമുള്ള നാട്ടുരാജാവ്
ശത്രുക്കൾക്ക് കാലൻ, മിത്രങ്ങൾക്ക് ദൈവം. അച്ചം കണ്ടം തൊമ്മിച്ചൻ. അറ്റ് ഫസ്റ്റ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് കുപ്പിക്കണ്ടം ഹംസ എന്ന തെരുവ് തണ്ടിക്ക് വേണ്ടി. ഇപ്പോ അച്ചം കണ്ടം തൊമ്മിച്ചൻ എന്ന കോടീശ്വരന് വേണ്ടി. ബട്ട് വൺ തിങ്, അവിടെ വെച്ചൊരു അറ്റംപ്റ്റ് അത് വേണ്ട, മിസ്സിംഗ് ആണെന്നേ തോന്നാവൂ. എന്നിട്ട് വേണം ഈ വിനീതദാസന് ആ സാമ്രാജ്യത്തിന്റെ അധിപനായി വാഴാൻ. ഒരു ചിന്ന അഡ്വാൻസ് 10 lakhs. പോരെങ്കിൽ സൊല്ല്, എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ഗീവ്. ഭായ്, ഞാൻ വാട്ട് ഹാപ്പൻഡ്? ഓക്കേ ബൈ 1 minute. എല്ലാം തീർക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അയാൾ അറിയണം ഈ അലക്സ് ആണ് അതിന് പിന്നിലെന്ന്. വാടാ, തന്റെ വാടാ. അച്ഛൻ കണ്ടും തൊമ്മിച്ചനെ പൊക്കാൻ മാത്രം തന്റെ തത്തയ്ക്ക് വന്നാൽ മതി. വാടാ, തന്റെ ഉള്ളമാരെ തുറന്നു വിടറാ. കൂട്ടിട്ട് തൊമ്മിച്ച പൊളിച്ചിക്കലാന്ന് വിചാരിച്ചോ? പാട്ടി കഴിവോളന്മാരെ നേരിട്ട് വേടാ. ഒറ്റ തന്ത കഴിച്ചാ നേരിട്ട് വേടാ. ഏത് നായിന്റെ മുന്നടാ പറയടാ. എന്തിനാ കടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കണെന്നേ? ഇത്രയും കാലം ഉണ്ടാക്കിയ ബഹളൊക്കെ പോരെ. നീ ഞാനാ ഹംസ, കുപ്പിക്കണ്ട ഹംസ. പണ്ട് പടച്ചോൻ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ പോലെ ഹംസ ഒന്ന് ഉയർത്തെഴുന്നേറ്റതാ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ പറയണം. എന്നോളം പൊക്കത്തിലും മണ്ണത്തിലും എന്നെ പോലെ ഒരുത്തൻ ആ കുഴി കിടപ്പുണ്ട്. അതാ വേണ്ട, എനിക്ക് വേണ്ട. കഴിക്കണ്ട അപ്പച്ച, സ്വന്തം ബ്രാൻഡ് തന്നെയാ, നാടൻ. കഴിക്കേ, കഴിക്കാൻ എനിക്ക് ഇഷ്ടായിട്ടാ. ചങ്ക് പൊള്ളണ സാധനാണെങ്കിലും ഒറ്റ വലിക്ക് അകത്താക്കണ ഈ ചങ്കുറപ്പുണ്ടല്ല, അതെനിക്ക് ഇഷ്ടായി. അതുകൊണ്ട് തന്നെയാ കൊല്ലാനുള്ള ഓർഡർ കിട്ടിയിട്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ച്. ഇത് കണ്ട, ഈ അടക്കി വെച്ച നോട്ട് കെട്ടിന്റെ മണം കിട്ടണ്ട അപ്പച്ചൻ കടിക്ക്. സ്വന്തം അക്കൗണ്ടിൽ തന്നെ പോന്നതാ. അച്ചങ്കണ്ടം നൊമ്പിച്ചിന്റെ തല കൊയ്യാൻ വേണ്ടി മരുമോങ്കടി തന്ന പ്രതിഫല. ഭൂലോകം മുഴുവൻ അവനവന്റെ ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിച്ച് കൂട്ടിപ്പിടിച്ച് നിന്ന് പറഞ്ഞില്ല കാലിന്റെ ചോട്ടിലെ മണ്ണൊലിച്ചു പോണത്. അവസാനം എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ടെത്തിച്ചു കണക്ക് തീർക്കാൻ പാകത്തിന് പടച്ച തമ്പുരാൻ. ഒരു നിമിഷം നിങ്ങളെ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ ഒരു ആയുഷ്കാലം മുഴുവൻ പ്രാന്തമൂത്ത് ചങ്ങലെ കിടക്കേണ്ടി വന്ന എന്റെ പൈതലിന്റെ കണ്ണീര് കണ്ടു വളർന്നവനെ ഞാൻ. തൊമ്മിച്ചൻ ഹംസാന്റെ അപ്പച്ചനാന്ന് നാട്ടുകാർ മുഴുവൻ അംഗീകരിച്ചപ്പോഴും നിങ്ങളത് അംഗീകരിച്ചില്ല. കൺമുമ്പിൽ കാണുമ്പോഴൊക്കെ അറപ്പ് കാണിച്ച് ആട്ടിപ്പായിച്ചു. ഒടുവിൽ കൊന്നു തള്ളാൻ മരുമോന്റെ കയ്യിൽ അച്ചാരേൽപ്പിച്ചു. ഇല്ല, നിന്നെ കൊല്ലാൻ വേണ്ടി ഞാനത് ചെയ്തിട്ടില്ല. ഞാനത് ചെയ്യുകയില്ല മോനെ. അങ്ങനെ എന്നെ വിളിക്കരുത്. ആ വിളിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഹംസക്ക്. അന്ന് നിങ്ങൾ എന്നെ വിളിച്ച ഓമനപ്പേരെ തന്തയ്ക്ക് പറക്കാത്തവനെന്നാ. ഇത് ഹംസക്ക് പുനർജന്മ. എന്റെ കൈകൊണ്ട് ജീവിതം തീർന്നു പോയാ നിന്റെ കൂടപ്പുറപ്പിന്റെ ജന്മം. അവന്റെ മുമ്പിൽ അച്ചങ്കണ്ടം തൊമ്മിയച്ചനില്ല. അതുകൊണ്ട് മരുമോൻ ഏൽപ്പിച്ച കർമ്മം ഞാനങ്ങ് നിർവഹിക്കാം. നിന്നോടും നിന്റെ ഉമ്മയോടും ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റിന് ഈ ശിക്ഷ അധികമാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും തെറ്റ് തിരുത്താൻ ഒരവസരം
എത്രയായാലും ഞാൻ നിന്റെ दिन रात का राजा ദിനരാത്രങ്ങളുടെ രാജകുമാരൻ കണ്ണൻ ഭായ് ഉസ്കി മൗത്ത് അതെനിക്ക് ആഘോഷിക്കണം. ഐ നോ അതുകൊണ്ട് തന്നെയാണ് അധോലോകത്തിലെ ഈ പുതിയ നായകനെ തന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. ബട്ട് വൺ തിങ്, അവന്റെ മരണം അത്ര നിസ്സാരമല്ലത്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കണ്ണൻ ഭായിയെ എനിക്കറിയാം. ഒരു മരണം കൊണ്ട് തീരില്ല അവന്റെ ജന്മം. നിങ്ങൾക്ക് വേണ്ടത് കണ്ണൻ ഭായിയെ. അറ്റ് എനി റിസ്ക് അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. പക്ഷേ എനിക്ക് വേണ്ടത് അച്ചൻകണ്ടൻ തൊമ്മിച്ചനെ. ആ മഹത്തായ കർമ്മം അതിന്റെ സകല ആഡംബരങ്ങളോടും കൂടി നിങ്ങൾ എനിക്ക് നിർവഹിച്ചു തരണം. I will do it for you. നോ, നമുക്ക് വേണ്ടി. हे भगवान, क्यों मुझसे बार बार तेरा काम करवाते हो? എന്നെ നാടാൻ വരുമോനെ ഈ പാതിരാത്രിക്ക് അപ്പച്ചൻ ഐസിങ് കമ്പനിയില്. അല്ല, നീയുമായിട്ട് കൊണാപ്പിച്ചോണ്ടിരിക്കുന്ന ഈ രോമൻ ചപ്പിച്ച കറുവയുടെ മക്കളൊക്കെ ആരാ? ഏതമ്മയെ കെട്ടിയവനെ കഴിവേറ്റുന്ന കാര്യമാടാ നീയുമായിട്ട് കൃപാണിച്ചോണ്ടിരുന്നേ. അത് ശരി, അപ്പച്ചൻ നൈറ്റ് പെട്രോളിംഗ് ഇറങ്ങിയാണല്ലേ? അത് തന്നെയാ. എന്റെ വിഹിതം പറ്റി പൊക്കവും മണ്ണും വെച്ച നീ എന്റെ തലകൾ ഇത് മണ്ണിട്ട് മൂടാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട അന്ന് തുടങ്ങിയ പണിയായത് നൈറ്റ് പെട്രോളിങ്. അതുകൊണ്ട് പറഞ്ഞിട്ട് പോയാ മതി, അല്ലെങ്കിൽ ഓരവന് ഒരടി മുന്നോട്ട് വെക്കുകയില്ല. കൃപാണം. അപ്പോ തീരുമാനിച്ചിറങ്ങിയതാണല്ലേ? എങ്കിൽ പറയാം, ഒന്ന് വേളാങ്കണ്ണി വരെ പോകാന്ന് വിചാരിച്ചു. മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. എന്താ പോരുന്നു? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചങ്ങ് കുമ്പസാരിക്കാം. മകനെ, മരുമകനെ, തൊമ്മിച്ചൻ കുമ്പസാരിച്ചതാ. ആദ്യമായിട്ടും അവസാനായിട്ടും മനസ്സറിഞ്ഞ് കുമ്പസാരിച്ചതാ. മാതാവിന്റെ മുമ്പിലല്ല, എന്റെ മകന്റെ മുമ്പില്. ഇനിയുള്ള കാലം ഈ തൊമ്മിച്ചന്റെ ജീവിതം അവനോട് ചെയ്തു പോയ തെറ്റുള്ള പ്രായച്ചിത്തവാ. അതിനിടയ്ക്ക് കണ്ട വരത്തന്മാരെയും കൂട്ടി അവനിട്ട് കൃപാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കുകയല്ല. മതി, ഈ തിരുവായിൽ നിന്നും ഇത്രയൊക്കെ മൊഴിഞ്ഞ് കേട്ടാ മതി. പക്ഷേ ഒരല്പം താമസിച്ചു പോയി. അതല്ലെങ്കിൽ ആ മേത്തച്ചിത്തള്ളക്ക് ഇത്ര പെട്ടെന്ന് ചത്തു മലക്കേണ്ടി വരില്ലായിരുന്നു. ആ, എന്നാ മനസ്സിലായില്ലേ? കൊന്നു തള്ളിയതാ ഞാൻ. ഞാൻ ചെയ്തു പോയ തെറ്റിന് ഒരു ജീവിതകാലം മുഴുവൻ നരകിച്ച ആ പാവത്തിനെ നീ കൊന്നു തള്ളിയില്ലടാ. തൊമ്മിച്ചൻ എന്നും കണക്ക് തീർത്തത് ഒറ്റയ്ക്കാ. വാക്കുകൊണ്ട് ഒതുങ്ങാത്തത് തോക്കുകൊണ്ട് ഒതുക്കും ഞാൻ. മനസ്സിലായോടാ? വേണ്ട, പക്ഷേ ഈ കണക്ക് ഞാൻ ബാക്കി വെക്കുക എന്റെ മകൾക്ക് വേണ്ടി. ഇനി ഒരനക്കം തെറ്റിയ പിന്നെ നീ ഉണ്ടാകുകയല്ല. ഈ പറയുന്ന അച്ചൻകണ്ടൻ തൊമ്മിച്ചനല്ല, കുപ്പിക്കണ്ട ഹംസയുടെ അപ്പന കൃപാണം. എന്തെല്ലാം
അപ്പന്റെ അന്ത്യകൂതാശിക്ക് മകൻ കൃത്യസമയത്ത് തന്നെ എത്തിയതിൽ സന്തോഷം. ഇനി രണ്ടും ഒരുമിച്ച് തന്നെ ആവാം. എനിക്ക് നഷ്ടപ്പെട്ട കോടികൾക്ക് പകരം എന്നെ കോടിമുണ്ട് പുതപ്പിക്കുമെന്ന് പറഞ്ഞു നീ. അതുകൊണ്ട് വന്നു കോടിമുണ്ട് പുതപ്പിക്കാൻ ഈ കണ്ണൻ ഭായിയെ. ഒതുങ്ങി കഴിയാൻ പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അവസാനം എന്നോടുള്ള കണക്ക് തീർക്കാൻ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിന്, എന്റെ പൈതലിന് മരണ എരന്ന് വാങ്ങുല നായ. തിരിച്ചറിവില്ലാത്ത പ്രായത്തില് നിന്റെ ഉമ്മാക്ക് വേണ്ടി ഒരിക്കൽ നീ പണി ചെയ്തവനാ. അറവുകാരൻ സൈതാലി. എന്നാലും അപ്പച്ചൻ 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 ജീവിച്ചു തീർന്നടാ മക്കളെ. നീ അതല്ല. മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇവിടെ, നിന്നെ സ്നേഹിക്കുന്നവര്. ജീവിക്ക്. തന്തയില്ലാത്തവനായിട്ടല്ല, അച്ഛൻ കണ്ണും നൊമ്മിച്ചെന്റെ മകനായിട്ടും. ഇത്രയും കാലം നെട്ടോട്ട് ഓടിയതൊക്കെ മൂപ്പരുടെ മുമ്പിലൊന്നും ജയിക്കാൻ